നാമജപ സമയത്തെടുത്ത കേസുകൾ അടുത്ത UDF സർക്കാർ പിൻവലിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആദ്യ മാസം തന്നെ പിൻവലിക്കുമെന്ന് UDFന് വേണ്ടി ഉറപ്പു നൽകുന്നുവെന്ന് VN വാസവനെതിരെയും കടകംപള്ളി സുരേന്ദ്രനെതിരെയും ആരോപണമുന്നയിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേൾക്കാം. നിങ്ങൾക്ക് അയ്യപ്പ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കണം. തയ്യാറുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി? ഈ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ 2026 ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരും. അന്ന് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ UDF സർക്കാർ ആദ്യത്തെ മാസം ഈ കേസുകൾ മുഴുവൻ പിൻവലിക്കും. ഞങ്ങൾ വാക്കാണ്. UDFന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ്. UDFന്റെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ മഹാസംഗമം പന്തളത്ത് നടന്നു. പരിപാടിക്കെത്തുമെന്ന് പറഞ്ഞ കെ മുരളീധരൻ ഈ സമയം വരെയും എത്തിയിട്ടില്ല. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോഴും പരിപാടി തുടരുകയാണോ? മുതിർന്ന നേതാക്കൾ ഇപ്പോഴും വേദിയിലുണ്ടോ? സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആവുന്നു. കെ മുരളീധരൻ എത്തിയില്ലേ? എത്തുമോ? അരുൺ, പരിപാടി ഇപ്പോഴും തുടരുകയാണ്. വേദിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അടക്കമുള്ള ആളുകൾ തുടരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷാണ് ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ്, നമ്മൾ ഈ ലൈവിന് നിൽക്കുന്നതിന് മുമ്പ് കെ മുരളീധരൻ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹം ഇതിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം, അതായത് ഈ ജാഥ തുടങ്ങിയ കാരക്കാട് എത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റിനകം അദ്ദേഹം ഇവിടെ എത്തേണ്ടതാണ്. എല്ലാവരും നേതാക്കൾ സത്യം പറഞ്ഞാൽ ഈ പരിപാടി കെ മുരളീധരന് വേണ്ടി മുന്നോട്ട് സമയം ദീർഘിപ്പിച്ച് കൊണ്ടുപോവുകയാണ് എന്ന് പറയേണ്ടി വരും. അതനുസരിച്ച് ഓരോ നേതാക്കളും സംസാരിക്കുകയാണ്. അദ്ദേഹം അല്പസമയത്തിനകം എത്തും എന്ന് ഈ OJ ജനീഷ് സംസാരിക്കുന്നതിന് മുമ്പ് T സിദ്ദീഖാണ് സംസാരിച്ചത്. ആ സമയത്ത് അദ്ദേഹം പറയുകയും ചെയ്തു. കെ മുരളീധരനോട് നമ്മൾ സംസാരിച്ചതനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് കൃത്യസ്ഥലത്താണെങ്കിൽ 5 മിനിറ്റിനകം ഇവിടെ എത്തും എന്ന് കരുതണം. ഡോക്ടർ. ഓക്കെ.